ഞാനിപ്പോൾ ഉള്ള എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബാംഗ്ലൂരിലെ ലാൽബാഗിലാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ ഉൾവശമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ വന്നില്ല ഇനി. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇനി ഉള്ളോട്ടേക്ക് പോയി നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന്. ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. നമ്മൾ ലേക്ക് ഫസ്റ്റ് കാണാൻ പോവാം. ലാൽബാഗ് ലേക്ക് നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയാണ്. കുറേ ദൂരത്തേക്ക് വരെ ഉണ്ട്. ഇതിന് എവിടെയാണ് നീ കാണാൻ പോകണ്ടേന്ന് എനിക്കറിയത്തില്ല. കൊമ്പൻ പാർക്കിനെ പോലെ ഇവിടെയും കുറേ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസം, നല്ല തണുപ്പൊക്കെ ഇവിടെ. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ആ മുളയിൽ നിറയെ കുരങ്ങന്മാരായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് നടന്നപ്പോൾ അവിടെ കുറേ മരങ്ങൾ കേട്ടോ. എന്ത് രസം. ഇതൊന്നും ഒറ്റ ദിവസം കൂടെ ഒന്നും കണ്ടു തീർക്കാൻ പറ്റത്തില്ല കേട്ടോ, അത്രയും ഉണ്ട്. നിറയെ അങ്ങനെ ചെടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും. നമ്മളിനിപ്പോൾ അവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി, ബ്രിഡ്ജല്ലേ, ഹൗസ് ഗ്ലാസ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് പോവാം. ഇവിടെയൊക്കെ എന്ത് രസമായിട്ടാണോ ചെടിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്നൊന്നും പറിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ആവേശം പൂത്ത് പറിക്കാൻ പോയിനപ്പോൾ അവിടെ പെനാൽറ്റി ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇതൊക്കെ അവിടുത്തെ എന്തൊക്കെയോ ബിൽഡിങ്ങുകളൊക്കെ എന്തിൻ്റെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടേനും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ കുറേ സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് എങ്ങോട്ടേക്കാണ് പോകേണ്ടത് എവിടേക്കാണുള്ളതെന്നുള്ള യാതൊരു ഐഡിയയും കിട്ടൂല. പിന്നെ ഇവിടെ തന്നെയുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും. അല്ലാതെ വരുന്ന ആൾക്ക് ഇവിടുത്തെ വഴി തെറ്റിപ്പോകാൻ ഏറ്റവും വലിയൊരു സ്ഥലമാണ്. ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല തോന്നുന്നു. ഇവിടെ തന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട് പൈസ കൊടുത്തിട്ട്. ഈ കാണുന്നതാണ് ഗ്ലാസ് ഹൗസ്. ഞാൻ വിചാരിച്ചു ഗ്ലാസിൻ്റെ ഫുൾ നിറഞ്ഞായിരിക്കും. ഇത് മേലെ മൊത്തം ഗ്ലാസും ഉള്ളിൽ എന്തൊക്കെയോ കുറച്ച് ചെടികളും ഉണ്ട്. അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലൊന്നും കയറാൻ പറ്റത്തില്ല. ഇതിൻ്റെ നടുക്കൊരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. അത് ആരാന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ച ഗ്ലാസ് ഹൗസ് ഇങ്ങനെയല്ലേ എൻ്റെ സ്വപ്നത്തിൽ. നല്ല അടിപൊളി ഫ്രെയിമുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ. ഇത് രസമാണെന്നറിയോ. സൈഡിൽ രണ്ടും ഇങ്ങനെ ചെടികളും ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം. അവിടെ ഇവിടെ ആയിട്ട് കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ വലിയ രാജാക്കന്മാരുടെയൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. നമുക്കറിയത്തില്ലല്ലോ, ആരാന്നൊന്നും അറിയത്തില്ല കേട്ടോ. കുറേ സ്ഥലത്തുണ്ട് അങ്ങനത്തെ സ്റ്റാച്യൂസ്. അവിടെയൊക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക, നല്ല മണമുണ്ട്. നല്ല എന്തിൻ്റെയോ പൂവിൻ്റെ നല്ല മണമുണ്ട് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്. അടിപൊളിയായിട്ട് ഇച്ചിരി അവിടെ രണ്ടുപേര് ഭയങ്കര ഫോട്ടോ എടുപ്പാണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവർ ഫോട്ടോ എടുക്കുന്നത് നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കുറേ പേര് ഓടിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് ഓടിക്കുന്നതൊന്നും അറിയില്ല എങ്ങനെയാണെന്നുള്ള സിസ്റ്റം ഒന്നും. പിന്നെ ഇങ്ങോട്ടേക്ക് പിന്നെ നടന്നു വന്നപ്പോൾ എന്താ വേറെ കുറേ പരിപാടികൾ. അതായത് നമ്മൾ വുഡിനെ കൊണ്ട് തന്നെ അവർ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ എന്തോ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഒരു കോഫി കുടിക്കാൻ കയറി കേട്ടോ. ഞങ്ങൾ കോഫി കട്ട്ലേറ്റൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവർ ഞങ്ങൾക്ക് കട്ട്ലേറ്റ് ഒന്നും തന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ കോഫിയും കുടിച്ചിട്ട് ഇറങ്ങി. പക്ഷെ കോഫി നല്ല അടിപൊളി കോഫിയായിരുന്നു. പിന്നെ ഞങ്ങൾ മജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ എത്തി കേട്ടോ. മജസ്റ്റിക് വലിയൊരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ഏകദേശം ഇത് അണ്ടർഗ്രൗണ്ടിലേക്കൊക്കെ കുറേ ഉണ്ട്. ഏറ്റവും അണ്ടർഗ്രൗണ്ടിലാണ് നമ്മുടെ ഗ്രീൻ ലൈനുള്ള. അതിൻ്റെ മേലെ പർപ്പിൾ ലൈൻ, അതിൻ്റെ മേലെയാണ് നമ്മുടെ മജസ്റ്റിക് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ ഏകദേശം ഒരു 4 നില 5 നില കെട്ടിടത്തിൻ്റെ അത്രയും തന്നെ ഉണ്ട് കേട്ടോ ഈ മെട്രോ സ്റ്റേഷൻ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് വൈറ്റ് ഫീൽഡിലേക്കാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. ഫ്രണ്ടിനെ ഫാമിലീനെ ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അവരുടെ ഫ്ലാറ്റിലേക്ക് പോയിട്ടോ. ജസ്റ്റ് ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല, കാരണം അവരോട് വർത്തമാനം പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞു. ഞങ്ങളൊരു ഓട്ടോ എടുത്തിട്ടായിരുന്നു പോയിട്ട്. അപ്പോഴത്തേക്കും വിസ്മയ ഞങ്ങളെ കൂട്ടാൻ വന്നു. പിന്നെ അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ.